റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളികളുടെ മോചനത്തിനായി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡർക്ക് കത്ത് കൈമാറി. കാതോലിക്ക ബാവയുടെ ഇടപെടലിൽ പ്രതീക്ഷയോടെ ഇരുവരുടെയും കുടുംബാംഗങ്ങൾ. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, എന്താണ് കത്തിലെ ഉള്ളടക്കം? മറ്റു വിശദാംശങ്ങൾ കൂടി. സംഗീത, ഈ റഷ്യയിൽ കുടുങ്ങിപ്പോയ മലയാളി യുവാക്കളുടെ കുടുംബത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഇടപെടലാണ് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബസേലിയസ് മാർ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ഇന്ന് വൈകുന്നേരം ഡൽഹിയിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ വെച്ചാണ് റഷ്യൻ അംബാസിഡർക്ക് ഇരുവരുടെയും മോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൈമാറുന്നത്. റഷ്യൻ അംബാസിഡർ ഡെനീസ് അലിപ്പോവിനെ നേരിൽ കാണുകയും ഈ കണ്ട് വാക്കാൽ സംസാരിക്കുകയും ഇക്കാര്യം ഈ രണ്ട് ചെറുപ്പക്കാരും അനുഭവിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് വാക്കാൽ സംസാരിക്കുകയും അതിനുശേഷം കത്ത് നിവേദനമായി എന്നുള്ള നിലയിൽ റഷ്യൻ സർക്കാരിനെന്നുള്ള നിലയിൽ പ്രതിനിധിയായിട്ടുള്ള ഡെനീസ് അലിപ്പോവിനെ കൈമാറുകയുമായിരുന്നു. അനുഭാവപൂർവ്വം ഇക്കാര്യത്തിൽ പരിഗണിക്കാമെന്നുള്ള ഒരു ഉറപ്പ് റഷ്യൻ അംബാസിഡറുടെ ഭാഗത്തു നിന്നും കാതോലിക്ക ബാവയ്ക്ക് കിട്ടിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ജെയിൻ കുര്യന്റെയും ബിനിൽ ബാബുവിന്റെയും മോചനം വേഗത്തിൽ സാധ്യമാക്കണമെന്നുള്ളതാണ് കത്തിലെ ഉള്ളടക്കം. അത് സംബന്ധിച്ച് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ഇന്ന് നേരിട്ട് ഈ കുടുംബാംഗങ്ങളെ വിളിച്ച് സഭയുടെ പിന്തുണയും പരമാധ്യക്ഷന്റെ പിന്തുണയും ബസേലിയസ് മാർ തൃതീയൻ കാതോലിക്ക ബാവയുടെ പിന്തുണയും അറിയിച്ചിരുന്നു. ഇതിനുശേഷമാണ് വിഷയത്തിൽ ഇടപെടാമെന്നും റഷ്യൻ അംബാസിഡറെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാമെന്നും പറഞ്ഞത്. ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ നടന്ന ചടങ്ങിലാണ് ബസേലിയസ് മാർ തൃതീയൻ കാതോലിക്ക ബാവ ഡൽഹിയിൽ എത്തിയത്. റഷ്യൻ സർക്കാരിന്റെ കൂടി അംഗീകാരമായിട്ടുള്ള ഒരു അവാർഡ് ദാന ചടങ്ങിന് വേണ്ടിയിട്ടാണ് സഭയുടെ പരമാധ്യക്ഷൻ അവിടെ എത്തിയത്. ഈ സമയത്ത് ഈ യോഗത്തിനിടയിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ട് വന്ന അതാണ് റഷ്യൻ അംബാസിഡർ. ഇവിടെ വെച്ച് തന്നെ ഈ കാര്യങ്ങൾ പറയുകയും ഈ അവാർഡ് സ്വീകരിക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി അദ്ദേഹവുമായി സംസാരിക്കുന്നതിനിടയിൽ ഈ റഷ്യയിൽ കുടുങ്ങിപ്പോയ മലയാളികളുടെ കാര്യം അറിയിക്കുകയും ഈ നിവേദനം കൈമാറുകയുമായിരുന്നു. അത് സംബന്ധിച്ച ചിത്രവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്കറിയാം, മാസങ്ങളായി ഈ റഷ്യയിൽ മോചനം കാത്തു കഴിയുന്ന യുവാക്കളുടെ ബന്ധുക്കൾ നാട്ടിലടക്കം വിവിധ സ്ഥലങ്ങളിൽ ജനപ്രതിനിധികളെയും മറ്റും കണ്ട് പരാതികൾ നൽകുകയും സർക്കാർ തലത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിലടക്കം പരാതി നൽകുകയും ചെയ്തിട്ടും കാര്യമായൊരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുകയാണ്. ഇപ്പോൾ സഭ നേരിട്ട് ഇത്തരത്തിലൊരു കാര്യം ഏറ്റെടുക്കുന്നതും. ഏതായാലും ഈ ഇടപെടൽ കൊണ്ട് ഫലപ്രദമായ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. ഏതായാലും ഇന്ന് വൈകിട്ടാണ് റഷ്യൻ സർക്കാരിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി നൽകുന്നതിനിടെ സഭാധ്യക്ഷനായിട്ടുള്ള ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള ബസേലിയസ് മാർ കത്തോലിക്ക ബാവ ഇന്ന് കത്ത് കൈമാറിയത്. ഈ കത്തിൽ ഫലമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങൾ. സംഗീത. തീർച്ചയായും ലെവിൻ. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.